അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് ഇതിലെടുക്കാനുള്ളത് കോർഡിനേറ്റ് ജിയോമെട്രിയിൽ എടുക്കാനുള്ളത് സെക്ഷൻ ഫോർമുലയാണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റിനെ കുറിച്ച് വിശദീകരിക്കായിരുന്നു. പിന്നെ പോയിന്റിൻ്റെ രണ്ട് പോയിന്റ് ഉണ്ടെങ്കിലുള്ള ഡിസ്റ്റൻസ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞു, എത്ര ക്വാഡ്രൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, പോയിന്റ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഇനി നമുക്ക് സെക്ഷൻ ഫോർമുലയാണ്. സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ രണ്ട് പോയിന്റിനെ ബന്ധിപ്പിക്കുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റിനെ ഇത്ര നമുക്ക് നൽകപ്പെട്ട റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ഏതായിരിക്കും എന്നുള്ളത് കാണാനാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നുമില്ല, പറയുമ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ്. അപ്പോൾ ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ് കാണാൻ നമുക്ക് കോർഡിനേറ്റ് കാണാൻ അറിയാം. നമുക്ക് കോർഡിനേറ്റ് കാണില്ല എങ്ങനെയാണെന്നുള്ളത് അറിയാം. നമുക്ക് നൽകിയതാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ അടയാളപ്പെടുത്താനൊക്കെ അറിയാം. ഇനി പ്ലോട്ട് ചെയ്യാൻ അറിയാം ഒരു പോയിന്റിനെ. ഇനി നമ്മളൊരു പോയിന്റിൻ്റെ കോർഡിനേറ്റ് എങ്ങനെ കാണാം, എങ്ങനെയുള്ള പോയിന്റാണ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെൻറ്റ്. ഒരു ലൈൻ സെഗ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്. എങ്ങനെയുള്ള ലൈൻ സെഗ്മെൻ്റ് ആണ്? ജോയിനിങ് ടു പോയിന്റ്സ്. രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടെത്താണ്. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഇൻ എ ഗിവൺ റേഷ്യോ. ഓക്കെ, ഒരു നൽകപ്പെട്ട റേഷ്യോ. ഇപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ അതൊന്ന് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് ഈ ഫിഗറിൽ നോക്കാം. 19.12 ഇപ്പോൾ ഇവിടെ രണ്ട് ലൈൻ സെഗ്മെൻറ്റ്, രണ്ട് പോയിന്റിനെ ബന്ധിപ്പിക്കുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് ഈ ലൈൻ സെഗ്മെൻറ്റ്. ഇനി അതിനെ ഒരു പ്രത്യേക റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റാണ് ഈ പി എന്നുള്ള പോയിന്റ്. അപ്പോൾ ആ പി എന്നുള്ള പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കാണാം, അതാണ് പറയുന്നത്. ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ്. പി എന്നുള്ള പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കാണാം? വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ടു പോയിന്റ്സ്. രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്. രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് ഇതാണ്. ഈ ബി എന്നുള്ള പോയിന്റിനെയും എ എന്നുള്ള പോയിന്റിനെയും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിനെ എന്താവുന്നു, ഈ പി എന്നുള്ള പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഏതൊക്കെ എത്ര അളവിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഇൻ എ ഗിവൺ റേഷ്യോ. നമുക്ക് നൽകപ്പെട്ട ഒരു അളവിൽ എന്താവുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കാണാം എന്നുള്ളതാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, എ എന്നുള്ളതിൻ്റെ കോർഡിനേറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്, ബി എന്നുള്ളതിൻ്റെ കോർഡിനേറ്റ്സ് ഉണ്ട്, പി എന്നുള്ള കോർഡിനേറ്റ്സും ഉണ്ട്. അപ്പോൾ ആ കോർഡിനേറ്റ്സ് എത്രയാണെന്നുള്ള കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യുന്നത് m/n എന്ന റേഷ്യോയിലാണ്. ഇത് m ആയിരിക്കണം. m എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, അങ്ങനെ m/m/n എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഇതിനൊക്കെ AL എന്നുള്ളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇത് x ആക്സിസ് ആണ്. x ആക്സിസിലേക്ക് എന്ത് വരയ്ക്കുക? AL എന്നുള്ളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതുപോലെ തന്നെ PM എന്നുള്ളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ BN എന്നുള്ളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. BN എന്നുള്ള പെർപെൻഡിക്കുലർ വരയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ AK എന്നുള്ളൊരു വേറെ പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കുക. ഈ PM എന്നുള്ളതിൽ AK എന്നുള്ളതും പിന്നെ PT എന്നുള്ളത് BN എന്നുള്ളതിലും വരയ്ക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് സിമ്പിളാണ്. ഇതിങ്ങനെ വരയ്ക്കാന്ന് പറയുന്നത് വെച്ചാൽ ഇതൊന്ന് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട്, കോൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടിയതെന്ന് അറിയില്ല, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന് വിശദീകരിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം, അപ്പോൾ രണ്ട് ട്രയാങ്കിൾ വന്നില്ലേ? ഏതൊക്കെയാണ് ഈ ട്രയാങ്കിൾ? ഈ ട്രയാങ്കിളും വന്നു, ഈ ട്രയാങ്കിളും വന്നു. ഈ രണ്ട് ട്രയാങ്കിളിന് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണ്? അത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ട്രയാങ്കിൾസിൻ്റെ കോൺഗ്രൻസ് പറയുമ്പോൾ നമുക്കറിയാം, സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ ഒരേ ഷേപ്പിലുള്ള ട്രയാങ്കിൾസ് ആണ്. ഒരേ ഷേപ്പിലുള്ള ട്രയാങ്കിൾസ് ആണ് സിമിലർ ട്രയാങ്കിൾസ്. ഒരേ ഷേപ്പും ഒരേ സൈസും ആകുമ്പോഴാണ് കോൺഗ്രൻസ് ആകുക. ഫിഗേഴ്സ് കോൺഗ്രൻ്റ് ആകുമ്പോഴാണ് ഒരേ ഷേപ്പ് വേണം, ഒരേ സൈസും വേണം. എന്നാൽ സിമിലർ ആകുന്നത് എപ്പോഴാണ്? ഒരേ ഷേപ്പ് ആകുമ്പോൾ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഈ സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ സൈഡ്സ് ഒക്കെ എന്തേക്കാരം? ഇപ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സ് ഒക്കെ ഒരേ ഈക്വൽ ആയിരിക്കും. ഇപ്പം AK/PT എന്നുള്ളത് ഈക്വൽ ആയിരിക്കും ഇത് PK/BTയോട്. അത് ഈക്വൽ ആയിക്കാരം PB/AP നോട്. ഓക്കെ, അതായത് കറസ്പോണ്ടിങ് സൈഡ്സ് റേഷ്യോ എന്തായിരിക്കും?
പരസ്പരം ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും ഉള്ളത്. അപ്പോൾ അതാണ് പറയുന്നത്, ആ റേഷ്യോ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ഒന്ന് ശ്രദ്ധിക്കാം. സെക്ഷൻ ഫോർമുല പറയൂ കേട്ടോ, അത് എങ്ങനെയാണ് വരുന്നതെന്ന് ചർച്ച ചെയ്യാണ്, നമ്മൾ എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ എ പി ബൈ പി ബി, എ പി ഏതാണ് ഈ സൈഡ്, പി ബി ഈ സൈഡ്, അപ്പോൾ കറസ്പോണ്ടിങ് സൈഡാണുള്ളത്. എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ കെ ബൈ പി ടി, അത് വേറൊരു സൈഡാണ്, അതും ഈക്വൽ ആയിരിക്കും എന്തിനോട്, കെ പി ബൈ ടി ബി, അതിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താണ്, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും, കറസ്പോണ്ടിങ് സൈഡ്സ് ഒരേ ഈക്വൽ റേഷ്യോയിലായിരിക്കും, അതാണ് അതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകതയാണ്. സിമിലർ ട്രയാങ്കിൾസ് എങ്ങനെയാണ് കണ്ടെത്തുക, ഈ ആംഗിളുകൾ ഒരേപോലെയാണ്. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം, വേറെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ആംഗിളുകൾ സമമായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ട്രയാങ്കിൾ കോൺഗ്രൻസ് ആകണമെങ്കിൽ ആംഗിൾ എന്ന ക്രൈറ്റീരിയ ഇല്ല. ആംഗിൾ എന്ന ക്രൈറ്റീരിയ എന്തിനാണുള്ളത്, സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിളിനാണുള്ളത്. സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് സമമായാൽ, ഈക്വൽ ഷേപ്പ് ഒരേപോലെ ആണെങ്കിലാണ് ട്രയാങ്കിൾസ് സിമിലർ ആകുക. കോൺഗ്രൻ്റ് ആയാൽ എപ്പോഴാണ്, ഷേപ്പും സൈസും ഒരുപോലെ ആകുമ്പോഴാണ് കോൺഗ്രൻ്റ് ആകുക. അപ്പം നമുക്ക് എന്തായിട്ട് ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾ ആയതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സൊക്കെ സെയിം റേഷ്യോയിലായിരിക്കും എന്ന് മനസ്സിലായി. ഇത് റേഷ്യോ ആണ്. ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കാരണം വെച്ചാൽ എ പി ബൈ പി ബി എന്നുള്ളതും എ കെ ബൈ പി ടി എന്നുള്ളതും കെ ബി ബൈ ടി ബി എന്നുള്ളതൊക്കെ സൈഡ്സ് ആണ്. ഈ സൈഡുകളൊക്കെ ഒരു ഈക്വൽ റേഷ്യോയിലാണ് വരുന്നത്. ഇനി നമ്മൾ അതിലെ ഓരോ സൈഡുകളാണ്. ഇപ്പോൾ എ പി ബൈ പി ബി എന്നുള്ളത് എന്താണ്, എ പി ബൈ പി ബി എന്നുള്ള ഈ വലിയ സെഗ്മെൻറ്റിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് അല്ലേ, അതൊക്കെ നമുക്ക് പറയാം, എ പി ബൈ പി ബി. ഇനി നമ്മൾ ഇപ്പം എടുക്കുന്നത് എ കെ എന്നുള്ള ഒരു സൈഡാണ്. എ കെ എന്നുള്ള സൈഡ് ഇതാണ്. ഈ എ കെ എന്നുള്ള സൈഡ് എന്താണ്, എൽ എം എന്നുള്ള സൈഡിനോട് ഈക്വലാണ് അല്ലേ. എ കെ എന്നുള്ള സൈഡ് എൽ എം എന്നുള്ള സൈഡിനോട് ഈക്വലാണ്. ഇനി അതെങ്ങനെയാണ് കാണുക, എൽ എം എങ്ങനെയാണ്, ഒ എം മൈനസ് മൊത്തം ഒ എം മൈനസ് ഒ എല്ലാണ് അല്ലേ, ഒ എം മൈനസ് ഒ എല്ലാണ്. കാരണം ഒ എം എന്ന് പറഞ്ഞാൽ അത്ര ലെങ്ത് ഉണ്ട്, ഒ എം എന്ന് പറഞ്ഞാൽ അത്ര ലെങ്ത് ഉള്ളൂ. അപ്പം ഒ എം മൈനസ് ഒ എല്ലാണ് എൽ എം. ഓക്കെ, അത് തന്നെയാണ് എ കെയും. അപ്പോൾ ഒ എം ഏതാണ്, ഒ എം എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ ഉണ്ട്, ഇവിടെ വരെ ഉള്ളത് പറഞ്ഞാൽ എവിടെയാണ് നമുക്കിവിടെ കൊടുക്കുക, അതിൻ്റെ കോർഡിനേറ്റ്സ് എത്രയാണ്, എക്സ് എന്നുള്ള കോർഡിനേറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെയുള്ള കോർഡിനേറ്റ് നമ്മൾ എക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു പോയിന്റിൻ്റെ 5 3 എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താ, എക്സ് കോർഡിനേറ്റിൽ 5 ആണെന്നും വൈ കോർഡിനേറ്റിൽ 3 ആണെന്നും അല്ലേ. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൻ്റെ ഇതിൽ എക്സ് എന്നുള്ളതാണ് എക്സ് കോർഡിനേറ്റ് ഉള്ളത്. അപ്പം ഇതുവരെയുള്ള ലെങ്ത് എത്രയാണ്, അത് എക്സ് ആണ്, അപ്പോൾ എക്സ്. പിന്നെ ഇതുവരെയുള്ള ലെങ്ത് എത്രയാണ്, ഇവിടെ x1 ആണ്. അപ്പോൾ എക്സ് മൈനസ് x1 ആണ് ഏത്, എ കെ. എ കെ എന്നുള്ളത് ഏതാണ്, എക്സ് മൈനസ് x1 ആണ്. ഇനി പി ടി എന്നുള്ളത് അതുപോലെ കണ്ടെത്തിയാലും നമുക്ക് മനസ്സിലാവും, എം എൻ എന്നുള്ളത് ഏതാണ്, എം എൻ എന്നുള്ളതാണ്. പി ടി എന്നുള്ളത് ഇവിടെയാണ്, പി ടി എന്നുള്ളത് ഇവിടെയാണ് വരുന്നത്, അത് ഈക്വൽ ടു എം എൻ ആണ്. എം എൻ ഈസ് ഈക്വൽ ടു എന്താണ്, ഒ എൻ മൈനസ് ഒ എം ആണ്, ഒ എൻ മൈനസ് ഒ എം. ഓക്കെ, ഒ എൻ ഏതാണ്, x2 എന്നതാണ് അതിൻ്റെ കോർഡിനേറ്റ്. പിന്നെ ഒ എം നമ്മളിവിടെ പറഞ്ഞിരുന്നു എക്സ് തന്നെയാണ് അതിൻ്റെ കോർഡിനേറ്റ്. അപ്പോൾ x2 മൈനസ് എക്സ് ആണ് ഏത്, പി ടി. അപ്പോൾ എ കെ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് x1ഉം പി ടി ഈസ് ഈക്വൽ ടു x2 മൈനസ് എക്സും. ഓക്കെ, ഇനി കെ പി അടുത്ത സൈഡാണ്, ഈ ട്രയാങ്കിളിൻ്റെ സൈഡ് കെ പി അല്ലേ, ഇതാണ് കെ പി. ഇനി കെ പി എത്രയാണ്, കെ പി ഈസ് ഈക്വൽ ടു എം പി മൈനസ് എം കെ. എം പി ഏതാണ്, എം പി മൊത്തത്തിലുണ്ട്, അത് മൈനസ് എം കെ ഇതുവരെയുള്ളതാണ് ഈ കെ പി എന്ന് പറഞ്ഞാൽ. ഓക്കെ, എം പി മൈനസ് എം കെ ഈസ് ഈക്വൽ ടു എം പി മൈനസ് എൽ എ. ഓക്കെ, കാരണം എം കെ ഏതുപോലെയാണ്, എം കെൻ്റെ അളവും എൽ എൻ്റെ അളവും ഈക്വൽ ആണ്. അപ്പം നമുക്ക് എം പി മൈനസ് എൽ എ എന്നും പറയാം. ഇനി അതേതാണ്, ഈ എം പിൻ്റെ അളവ് വൈ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. എം പിൻ്റെ ഇതിൽ എം പിൻ്റെ ഈ അളവ് ഏതാണ്, വൈ കോർഡിനേറ്റിൽ നമുക്ക് ഏതാണ്, വൈ ആണ് ഇതിൻ്റെ അളവ്. ഓക്കെ, പിന്നെ ഈ എൽ എൻ്റെ അളവ് വൈ 1 ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, കെ പി ഈസ് ഈക്വൽ ടു വൈ മൈനസ് വൈ 1. ഇനി ടി ബി അടുത്ത സൈഡാണ് ടി ബി എന്നുള്ളത്. ടി ബി എന്നുള്ളത് എവിടെയാണ്, എൻ ബി മൈനസ് ടി ബി ഏതാണ്, ഇതാണ് ടി ബി. ടി ബിനെ നമുക്ക് എങ്ങനെ എഴുതാം, എൻ ബി മൈനസ്
എൻ ടി എന്ന് എഴുതാം അല്ലേ, എൻ ബി മൈനസ് എൻ ടി. അതായത് എൻ ബി ഇതുവരെയുള്ളതാണ്, എൻ ടി ഇതുവരെയുള്ളതാണ്. അപ്പോൾ എം ബി മൈനസ് എൻ ടി. ഇനി എൻ ടി ഈക്വൽ ടു ഏതാണ്, എൻ ടി ഈക്വൽ ടു എം പി ആണ്, കാരണം ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എം ബി മൈനസ് എൻ ബി മൈനസ് എം പി എന്ന് എഴുതാം എൻ ടിക്ക് പകരം. അപ്പോൾ ഇവിടെ എൻ ബി ഏതാണ്, വൈ ടു ആണ്, പിന്നെ എം പി ഏതാണ്, വൈ യു ആണ്. അപ്പോൾ ടി ബി ഈക്വൽ ടു വൈ ടു മൈനസ് വൈ എന്ന് എഴുതാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഫൈനലായിട്ട് കിട്ടുന്നത് എ കെ ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് വൺ, പി ടി ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ്, കെ പി ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ, ടി ബി ഈക്വൽ ടു വൈ ടു മൈനസ് വൈ എന്നുള്ളതാണ്. ഇനി നമ്മളിപ്പോൾ ആദ്യം ഒന്നാമത്തേന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയിരുന്നു, എന്താണ്, എ പി ബൈ പി ബി ഈക്വൽ ടു എ കെ ബൈ പി ടി ഈക്വൽ ടു കെ ബി ബൈ ടി ബി. നമുക്കിപ്പോൾ എക്ക് എന്താണെന്ന് കിട്ടി, പി ടി എന്താണെന്ന് കിട്ടി, കെ പി എന്താണെന്ന് കിട്ടി, ടി ബിയും കിട്ടി. ഇനി നമ്മൾ അതിലേക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെൻ എം മൈനസ് എൻ, നമ്മൾ എം മൈനസ് എൻ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഈ എ പി ബൈ പി ബി ആണ് എൻ മൈനസ് എൻ. കാരണം നമുക്കറിയാം ഇത് നമ്മളിപ്പോൾ എം ആയിട്ടും ഇത് എൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എം ഈസ് ടു എൻ എന്ന റേഷ്യോയിലാണല്ലോ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് എം എന്ന് പറഞ്ഞാൽ ഏതാണ്, എ പി എന്നുള്ള റേഷ്യോ, എ പി എന്നുള്ള ലൈൻ സെഗ്മെൻറ്റും പിന്നെ പി ബി എന്നുള്ള ലൈൻ സെഗ്മെൻറ്റാണ് എൻ എന്നുള്ളത്. അപ്പോൾ എ പി ബൈ പി ബിക്ക് പകരം നമ്മൾ എന്ത് എഴുതി, എം ബൈ എൻ എന്ന് എഴുതി. അത് ഏത് റേഷ്യോയിലാണ്, എക്സ് മൈനസ് എക്സ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ്. കാരണം ഇവിടെ ഏതാണ്, എ കെ മൈനസ് പി ടിക്ക് പകരം എന്ത് എഴുതി, നമ്മൾ എ കെ ബൈ പി ടിക്ക് പകരം നമ്മൾ എഴുതിയത് എക്സ് മൈനസ് എക്സ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ്. അതുപോലെ അടുത്ത സൈഡിന് പകരമായിട്ട് എന്ത് എഴുതി, വൈ മൈനസ് വൈ വൺ ബൈ വൈ ടു മൈനസ് വൈ എന്ന് എഴുതി. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് കിട്ടി, എം ബൈ എൻ എന്നുള്ള റേഷ്യോ ഇങ്ങനെ കിട്ടി കോർഡിനേറ്റ്സിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ സോൾവ് ചെയ്യാണ്. ഇതിൽ എം ബൈ എൻ എന്നുള്ളത് സോൾവ് ചെയ്യാണ്, അതായത് എക്സ് കോർഡിനേറ്റ് സോൾവ് ചെയ്യാണ്. എം ബൈ എൻ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ്. അപ്പം നമുക്ക് എന്ത് കിട്ടും, എം എക്സ് ടു പിന്നെ അപ്പോൾ തന്നെ എം എക്സ് എന്ന് കിട്ടും. അതായത് ഈ എമ്മിന് എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഗുണിക്കും, എന്നിനെ അങ്ങോട്ട് ഗുണിക്കും. അപ്പോൾ എം എക്സ് ടു മൈനസ് എം എക്സ്, എൻ എക്സ് മൈനസ് എൻ എക്സ്. ഇതിൽ കോമൺ ആയിട്ടുള്ള ഇപ്പോൾ ഏതാണ്, ഈ എക്സ് ഇവിടെ എൻ എക്സ് ആണ്, ഇവിടെ എന്താണ് എം എക്സ് ആണ്. അപ്പോൾ ഇതിനെന്താണ്, ഈ മൈനസ് എം എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് എം എക്സ് ആവും അല്ലേ, പ്ലസ് എം എക്സ് ആവും. പിന്നെ ഇതിനെങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് എൻ എക്സ് ആവും, എൻ എക്സ് വൺ ആവും. അതാണ് ഇവിടെ എഴുതിയത്, എന്താണ് എക്സ്. ഇപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം, ഈ മൈനസ് എം എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും, പ്ലസ് എം എക്സ് ആവും, എൻ എക്സ് പ്ലസ് എം എക്സ് ആവും. ഓക്കെ അല്ലേ. അപ്പോൾ എൻ എക്സ് പ്ലസ് എം എക്സിൽ നമുക്ക് എന്താവും, എക്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്, ഇവിടെ എൻ ഉണ്ട് പ്ലസ് ഇവിടെ എമ്മും ഉണ്ട്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയത്. എക്സ് പുറത്തെടുത്തു, എം പ്ലസ് എൻ എന്ന് എഴുതി. ഇനി നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇവിടെയുള്ള മൈനസ് എൻ എക്സിനെ ഇങ്ങോട്ട് കൊടുത്താൽ പ്ലസ് എൻ എക്സ് ആവും. അപ്പോൾ മൈനസ് എൻ എക്സ് വണ്ണ് പ്ലസ് എൻ എക്സ് വൺ ആവും. അതാണ് ഇവിടെ നമ്മൾ അത് അങ്ങോട്ട് കൊണ്ടത് പിന്നെ അങ്ങോട്ടോട്ട് ആക്കുകയാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒറിജിനലി ഇപ്പം എന്താണ് ഇതിൻ്റെ പൊസിഷൻ, പ്ലസ് എൻ എക്സ്, ഇവിടെ എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ എന്നുള്ളത് ഈ പൊസിഷൻ എവിടെയാണ്, ഒറിജിനലി ഈ ലെഫ്റ്റ് സൈഡിലാണ്. പിന്നെന്ത് ചെയ്യും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതാണ്, അതിന് കുഴപ്പമില്ല. ഓക്കെ, രണ്ടും ഒരേ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഇങ്ങോട്ട് കൊടുന്നു, എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ എന്നുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ് കോർഡിനേറ്റ് ആണ്. നമ്മൾ ഇപ്പോൾ എക്സ് എന്നുള്ളത് എന്താണ്, കോർഡിനേറ്റ് ആണ് അല്ലേ. കാരണം ഏതിൻ്റെ കോർഡിനേറ്റ് ആണ്, നമ്മളെ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് ആണ് എക്സ്. നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ എക്സ് കാണേണ്ടത് എങ്ങനെയാണ്, അപ്പം നമ്മളിപ്പോൾ ഇത് കിട്ടി, അതിനിപ്പോൾ എക്സ് എന്നുള്ള അവിടെ വെച്ചു, ബാക്കി എം പ്ലസ് എൻ എന്നുള്ളത് അടിയിലോട്ട് കൊടുന്നു. അപ്പോൾ എക്സിൻ്റെ കോർഡിനേറ്റ് നമുക്ക് കിട്ടി, ഏതാണത്, എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ബൈ എം പ്ലസ് എൻ എന്നുള്ളതായിരിക്കും എക്സ് ആക്സിസിലെ എക്സ് കോർഡിനേറ്റ്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ അടുത്തത് എന്ത് കിട്ടി, എ പി ബൈ പി ബി ഈക്വൽ ടു കെ പി ബൈ, ഇപ്പം എ പി ബൈ പി ബി ഈക്വൽ ടു എന്ത് ഫസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, എ പി ബൈ പി ബി ഈക്വൽ ടു എ കെ ബൈ പി ടി ആണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. ഇപ്പോൾ അതായത് എ പി ബൈ പി ബി എന്ന് പറഞ്ഞാൽ എം ബൈ എൻ എന്നുള്ള റേഷ്യോ ആണ്. അതിനപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ എക്സ് കോർഡിനേറ്റ് ഉള്ളത് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എക്സ് എന്ത് കിട്ടി,
എക്സ് ഈസ് ഈക്വൽ ടു എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ബൈ എം പ്ലസ് എൻ എന്ന് കിട്ടി. ഇനി അടുത്തതാണ് എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു കെ പി ബൈ ടി ബി. കെ പി ബൈ ടി ബി അല്ലേ, കെ പി ബൈ ടി ബി എന്നുള്ളതാണ് രണ്ടാമത്തത്. അതായത് കെ പി എന്ന് പറഞ്ഞാൽ വൈ മൈനസ് വൈ വണ്ണും ടി ബി എന്ന് പറഞ്ഞാൽ വൈ ടു മൈനസ് വൈ വണ്ണും ആണ്. ഓക്കെ, ഇനി അതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു കെ പി ബൈ ടി ബി എന്നുള്ളത് എം ബൈ എൻ, കാരണം ഇതിന് പകരം എം ബൈ എൻ ഈസ് ഈക്വൽ ടു വൈ മൈനസ് വൈ വണ്ണും വൈ ടു മൈനസ് വൈയും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈ ഈസ് ഈക്വൽ ടു എം വൈ ടു പ്ലസ് എൻ വൈ വൺ ബൈ എം പ്ലസ് എൻ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് എന്ത് കിട്ടി? എക്സ് കോർഡിനേറ്റിൽ എക്സ് എന്താണ്? എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ആണ് ബൈ എം പ്ലസ് എൻ ആണ്. വൈ എന്താണ്? എം വൈ ടു പ്ലസ് എൻ വൈ വൺ ബൈ എം പ്ലസ് എൻ ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ് കോർഡിനേറ്റും കണ്ടെത്തി, നമ്മൾ വൈ കോർഡിനേറ്റും കണ്ടെത്തി. അപ്പോൾ ഇനി അതൊരു നിയമമായിട്ട് പറയാണ്. നമ്മളിതുവരെ ഇതാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫോർമുല ഇത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കണ്ടെത്താനുള്ള ഫോർമുല ഇതാണ്. പക്ഷെ നമ്മൾ ഇതെങ്ങനെയാണ് വന്നതെന്നാണ് ഇതുവരെ ചർച്ച ചെയ്തത്. അത് ശരിക്കും മനസ്സിലാക്കണം എങ്ങനെയാണ് വന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഹെൻസ് ഇനി പറയാണ് കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ്, ഒരു പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് എക്സ് വൺ വൈ വൺ ആൻഡ് എക്സ് ടു വൈ ടു എന്ന രണ്ട് പോയിന്റിന് അല്ലേ, നമുക്കിവിടെ നൽകിയപ്പെട്ട രണ്ട് പോയിന്റ് ഏതാണ്? ഒന്ന് എക്സ് വൺ വൈ വൺ ആണ് ഇത്, പിന്നെ ഇത് എക്സ് ടു മൈനസ് വൈ ടു ആണ്. ഈ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിനെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് നമ്മളിപ്പം കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഹെൻസ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ്. ഏതൊക്കെയാണ് പോയിന്റ്? എക്സ് വൺ വൈ വൺ എന്നുള്ള പോയിന്റിനെയും എക്സ് ടു വൈ ടു എന്നുള്ള പോയിന്റിനെയും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്. ആ ലൈൻ സെഗ്മെന്റിനെ എന്താകുന്നുണ്ട്? ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? റേഷ്യോ, നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്, എം ഈസ് ടു എൻ എന്നുള്ളതാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആ കോർഡിനേറ്റ്സ്, ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെയായിരിക്കും വരിക? എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ബൈ എം പ്ലസ് എൻ എന്നുള്ളതും എം വൈ ടു പ്ലസ് എൻ വൈ വൺ ബൈ എം പ്ലസ് എൻ എന്നുള്ളത് കോർഡിനേറ്റ്സ് ആയിരിക്കും വരിക. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ ഫിഗറിൽ നമ്മൾ ചർച്ച ചെയ്തു ഏതാണ് ലൈൻ സെഗ്മെന്റിനെ, ഈ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ്. ഇതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് ഓൾറെഡി അറിയും, ആ സ്ഥലത്താണ്. അപ്പോൾ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റ് ആണ്? ഈ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിനെ നമുക്ക് നൽകപ്പെട്ട റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആണത്. ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടെത്താനാണ് എന്ത്? എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ബൈ എം പ്ലസ് എൻ, അതുപോലെ തന്നെ എം വൈ ടു പ്ലസ് എൻ വൈ വൺ ബൈ എം പ്ലസ് എൻ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത്രയാണ് ഇത് ശരിക്കും മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത് മിഡ് പോയിന്റ് ഫോർമുലയാണ്. ഇതുപോലെ തന്നെയാണ്. ഇനി മിഡ് പോയിന്റ് ഫോർമുല അറിയുമ്പോൾ എന്താണ്? നമ്മളിപ്പോൾ എന്താണ്, നമുക്ക് നൽകപ്പെട്ട റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. മിഡ് പോയിന്റ് അറിയുമ്പോൾ എന്താണ്? നൽകപ്പെട്ട റേഷ്യോ എന്തായിരിക്കും? എം ഈസ് ഈക്വൽ ടു എൻ എന്നുള്ളതായിരിക്കും. അതായത് മിഡ് പോയിന്റ് അല്ലേ, അതായത് എം എന്നുള്ള സൈഡും എൻ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ നമുക്ക് മിഡ് പോയിന്റ്, ഇപ്പോൾ ഈ ലൈൻ സെഗ്മെന്റ് മിഡ് പോയിന്റ് എന്തായിരിക്കും? എപ്പോഴായിരിക്കും? ഈ ഇവിടുത്തെ എമ്മും ഇവിടുത്തെ എന്നും എന്താകുമ്പോൾ ഈക്വൽ ആകുമ്പോഴല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്താൽ മതി? മിഡ് പോയിന്റ് ഫോർമുല ആകുമ്പോൾ നമുക്ക് വളരെ സുഖമാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് അപ്ലൈ ചെയ്താൽ മതി, പക്ഷേ സിമ്പിളായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യണം കേട്ടോ. മിഡ് പോയിന്റ് കാണണമെങ്കിൽ അതിൻ്റെ ദ കോർഡിനേറ്റ്സ് ഓഫ് എ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ടു പോയിന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പോയിന്റിന് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് കണ്ടെത്തുക? അപ്പോൾ മിഡ് പോയിന്റ് ആകുമ്പോൾ നമുക്ക് നൽകപ്പെട്ട റേഷ്യോ എന്തേക്കാരം? എം ഈസ് ഈക്വൽ ടു എൻ എന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എം ഈസ് ഈക്വൽ ടു എൻ എന്നുള്ളത് നമ്മൾ നൽകപ്പെട്ട ഫോർമുലയിൽ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എങ്ങനെയായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു എം ഈസ് ഈക്വൽ ടു എൻ ആണല്ലോ. അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് എൻ വെക്കുക, എന്നിൻ്റെ സ്ഥാനത്ത് എമ്മും വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് എൻ വെക്കണം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എം എൻ 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 ഇൻറ്റു എക്സ് അല്ലേ, എൻ എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ബൈ എൻ പ്ലസ് എൻ ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എന്താക്കാം? ഇവിടെ എന്ത് കിട്ടും? 2n കിട്ടും. എൻ പ്ലസ് എൻ 2n കിട്ടും. അപ്പോൾ എന്നിനെ
നമ്മൾ ഇവിടുത്തെ എന്നിനെയും അടിയത്തെ എന്നിനെയും വെട്ടിപ്പോകും. അപ്പം ബാക്കി എന്താണ്? x2 പ്ലസ് x1/2 എന്നുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ അത് മനസ്സിലായില്ലേ? അപ്പോൾ എക്സ് ഈസിക്കൽ ടു മിഡ് പോയിന്റ് ഫോർമുലയിൽ നമുക്ക് എന്താകാം? എന്നിനൊക്കെ വെട്ടിപ്പോകാം. കാരണം അടിയിൽ n ഉണ്ടായത് കൊണ്ട് ഇവിടെ എന്തുണ്ട്? n ഉണ്ട്, ഇവിടെ n ഉണ്ട്, ഇവിടെ n ഉണ്ട്, ഇവിടെ n ഉണ്ട്. ഓക്കെ, അപ്പോൾ n വെട്ടിപ്പോകും. ബാക്കിയുടെ നമുക്ക് എന്താ ഉള്ളത്? ഇപ്പോൾ n പ്ലസ് n എന്ന് പറയുമ്പോൾ എന്താണ്? 2n ആണ്. അവിടെ 2 ബാക്കി ഉണ്ടാകും. പിന്നെ ഇവിടുത്തെ x2ഉം x1ഉം ബാക്കി ഉണ്ടാകും. ഓക്കെ, ഇനി അതുപോലെ തന്നെ y എടുത്തു കഴിഞ്ഞാൽ m ഈസിക്കൽ ടു n എന്നുള്ളതിൽ നമുക്ക് എമ്മിൻ്റെ സ്ഥാനത്തേക്ക് n വെക്കും. അപ്പോൾ ny2 പ്ലസ് ny1/n പ്ലസ് n ഈസിക്കൽ ടു n ഉം വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 2 വരും. കാരണം n പ്ലസ് n 2 ആണ്. മുകളിലത്തെ എന്നും അടിയത്തെ എന്നും വെട്ടിപ്പോകും. അപ്പം y2 പ്ലസ് y1/2 എന്ന് വരും. അപ്പോൾ ശ്രദ്ധിക്കുക, ദ കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിന്റ് ജോയിനിങ് 2 പോയിന്റ്സ് ആർ x2 പ്ലസ് x1/2 അതായിരിക്കും x കോർഡിനേറ്റ്. y2 പ്ലസ് y1/2 എന്നായിരിക്കും y കോർഡിനേറ്റ്. ഇനി നമ്മൾ എക്സാമ്പിളിലേക്ക് പോകണ്ടോ. Find the coordinates of a point which divide the line segment joining each of the following points in the given ratio. അപ്പോൾ നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്, പോയിന്റ്സും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതാണ്, ശ്രദ്ധിക്കാം. ഫസ്റ്റത്തെ 2, 3 എന്നുള്ള കോർഡിനേറ്റുകളാണ്. രണ്ടാമത്തെ 7, 8 എന്നുള്ളതാണ്. റേഷ്യോ ഉള്ളത് ഇതാണ്. ഓക്കെ, 2:3 എന്നുള്ളതാണ്. അപ്പോൾ m എന്ന് പറഞ്ഞാൽ 2ഉം n എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലേ? അപ്പം ഇനി എന്താ കാണേണ്ടത്? നമ്മളത് അപ്ലൈ ചെയ്യണം. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. അപ്പം എ എന്നുള്ളതാണ്, എ എന്നുള്ള പോയിന്റ് 2,3 ആണ്. ബി എന്നുള്ള പോയിന്റ് 7,8 ആണ്. അതിന് നമുക്ക് 2:3 എന്നുള്ള ഇതിലാണ്. അപ്പോൾ എക്സ് ഈസിക്കൽ ടു എക്സ് നമ്മളെന്താ പറഞ്ഞത്? mx2 ആണ്. ഇവിടെ x2 ഏതാണ് ഇവിടെ ഉള്ളത്? 7 അല്ലേ? x2 ഇവിടെ x2 7 ആണ്. അപ്പോൾ m ഇൻറ്റു x2 അല്ലേ? mx2 ആണ്. അപ്പോൾ m ഇവിടെ 2 ആണല്ലേ? 2. അപ്പോൾ m ഇൻറ്റു x2 പ്ലസ് n ഇൻറ്റു x1. n 3 ആണ്, x1 അതാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ മറക്കരുത് കേട്ടോ, സെക്ഷൻ ഫോർമുല കണ്ടില്ലേ? mx2 nx1 ഇവിടെ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാം. നമുക്കിവിടെ x2 എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? രണ്ടാമത് തന്നത്, x1 ആദ്യം തന്നത്. അപ്പോൾ m ഇവിടെ ഒന്നാമത്തത്, n രണ്ടാമത്തത്. അപ്പോൾ mx2 എന്നുള്ളത് 2 × 7 ഇവിടെയാണ് x2. ഓക്കെ, x2. പിന്നെ nx1 എന്ന് പറഞ്ഞാൽ 3 ആണ്, x1 ഇവിടെ 2 ആണ്. ഓക്കെ അല്ലേ? ഇത് x2 ശ്രദ്ധിക്കുക, അതൊന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് x2, ഇത് x1. കാരണം രണ്ടാമത് തന്നത് കാരണം x2, ആദ്യം തന്ന x1. ഇത് y2, ഇത് y1. ഇത് പിന്നെ ഇത് m-ഉം ഇത് n-ഉം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെന്താ നേരെ ആ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. എന്താണ് നമ്മളെ ഫോർമുല ഉള്ളത്? എക്സ് ഈസിക്കൽ ടു m ഇൻറ്റു x2. അപ്പോൾ m ഇൻറ്റു x2 പ്ലസ് n ഇൻറ്റു x1/m പ്ലസ് n. m 2 ആണ് പ്ലസ് n 3 ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? 2 × 7 14, 14 പ്ലസ് 6 20, 20/5 എത്രയാണ്? 4. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 4. ഇനി y എങ്ങനെ കാണാം? y ഈസിക്കൽ ടു m ഇൻറ്റു y2. y2 ഏതാണ്? 8 ആണ് y2. അപ്പോൾ m ഇൻറ്റു y2 16 പ്ലസ് n ഇൻറ്റു y1. y1 3 ആണ്, n 3 ആണ്. അപ്പോൾ 3 × 3 9. അപ്പോൾ 16 പ്ലസ് 9 25. ഇനി m പ്ലസ് n 2 പ്ലസ് 3 5. അപ്പോൾ 25/5. അപ്പോൾ 5 കിട്ടി. അപ്പോൾ എന്താ കിട്ടി? കോർഡിനേറ്റ്സ് കിട്ടി, 4ഉം 5ഉം ആണെന്ന്. ഇത്ര സിമ്പിളാണതേ. അപ്പോൾ പിൻ്റെ പോയിന്റുകൾ എത്രയാണ്? ഡിവൈഡ്സ് എ ബി എന്നുള്ള ലൈനിനെ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പോയിന്റ് കിട്ടി. 4/5 എന്നുള്ളതാണ് കോർഡിനേറ്റ്സ്. ആ കോർഡിനേറ്റ്സ് ഉള്ള പോയിന്റ് എന്താവുന്നു? നമുക്ക് നൽകിയ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ ദ റേഷ്യോ 2:3 എന്നുള്ളത്. ഇനി അടുത്ത എക്സാമ്പിളും ഇതുപോലെ ചെയ്യാം. അടുത്ത എക്സാമ്പിൾ ഏതാണ്? എ എന്നുള്ളത് ഇതിലാണ്, ബി എന്നുള്ളത് ഇതാണ്. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ x2 0, x1 -1, പിന്നെ y2 -3, y1 4 ആയിരിക്കും. 1 m, 4 എന്തായിരിക്കും? n ആയിരിക്കും. ഓക്കെ, അത് പ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ്. ഇനി മിഡ് പോയിന്റ് കാണാണ്. മിഡ് പോയിന്റ് ഇപ്പം എങ്ങനെയാണ്? x2 പ്ലസ് x1/2
പിന്നെ y2 പ്ലസ് y1 ബൈ 2. അപ്പം ഇവിടെ നമുക്കിപ്പോൾ എന്താണ് x2 ഏതാണ് 5 ആണ്, x1 ഇതാണ്. അപ്പം അതാണ് x2 പ്ലസ് x1, അതായത് 5 പ്ലസ് 3 അല്ലെങ്കിൽ 3 പ്ലസ് 5 രണ്ടും കൂട്ടാനായതുകൊണ്ട് കുഴപ്പമില്ല, ബൈ 2 അല്ലേ. ബൈ 2 പറയുമ്പോൾ നമുക്ക് 4 കിട്ടും. ഇനി അടുത്ത എന്താണ് y കോർഡിനേറ്റ് എങ്ങനെയായിരിക്കും y2 പ്ലസ് y1. y2 ഇവിടെ ഏതാണ് 12 പ്ലസ് 4 16 ബൈ 2 8 കിട്ടും. ഓക്കെ അല്ലേ, ഇതവിടെ 8 കിട്ടി. അപ്പം നമുക്ക് ഇതാണ് മിഡ് പോയിന്റ് എന്നുള്ളത്. ഇനി ദ കോർഡിനേറ്റ്സ് ഓഫ് മിഡ് പോയിന്റ് ഓഫ് ലൈൻ സെഗ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട് 2:3 എന്നുള്ളതാണ്. ഇഫ് കോർഡിനേറ്റ്സ് ഓഫ് വൺ ഓഫ് ദ എൻഡ് പോയിന്റ് ലൈൻ സെഗ്മെന്റ് 6 5 ആണെങ്കിൽ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് അതർ എൻഡ് പോയിന്റ്. അപ്പം നമുക്കിപ്പോൾ എന്താ തന്നിട്ടുള്ളത് വെച്ചാൽ മിഡ് പോയിന്റ് നമുക്ക് അതിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, മറ്റേ പോയിന്റ് തന്നിട്ടുണ്ട്, ഈ പോയിന്റ് കാണാനാണ്. അതായത് നമുക്ക് എക്സും വൈയും മിഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കാണേണ്ടത്, ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, മറ്റേ പോയിന്റിന്റെ കോർഡിനേറ്റുകളെ കാണേണ്ടത്. അപ്പം നമുക്കിവിടെ എന്താണ്, നമുക്കറിയാം മിഡ് പോയിന്റിൽ എക്സ് ഈസിക്കറ്റ് എന്താണ് x2 മൈനസ് x1 ബൈ 2 എന്നുള്ളതല്ലേ. അപ്പോൾ അത് പ്രകാരം ഇവിടെ എന്താണ് എക്സ് എന്നുള്ളത് 2 തന്നിട്ടുണ്ട്. അപ്പം എക്സ് പ്ലസ് 6 ഇവിടുത്തെ എക്സ് കാണണം. അപ്പോൾ എക്സ് പ്ലസ് 6 ബൈ 2 എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ശ്രദ്ധിക്കുക 2 ഈസിക്കൽ ടു എക്സ്, 2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോർഡിനേറ്റ് 2 ഈസിക്കൽ ടു എക്സ് പ്ലസ് 6 ബൈ 2. നമ്മൾ ഇതിനാണ് ഇപ്പോൾ എക്സ് വൈ എന്നുള്ള കോർഡിനേറ്റ് കൊടുത്തുള്ളത്. അപ്പോൾ എക്സ് പ്ലസ് 6 ബൈ 2 എന്നുള്ളതാണ്. അപ്പോൾ എന്ത് കിട്ടും 2 × 2 4 കിട്ടും. 4 ഈസിക്കൽ ടു ഈ 2നെ അങ്ങോട്ട് കൊടുത്താൽ ഗുണിക്കാനാവും 4 ആകും, എക്സ് പ്ലസ് 6 എന്നാവും. ഇനി എന്താകും, നമ്മൾ എക്സിനോട് നിർത്തി 6നെ അങ്ങോട്ട് കൊടുത്താൽ ഇപ്പോൾ എന്താകും -6 ആകും. അപ്പോൾ എക്സ് ഈസിക്കൽ ടു 4 - 6 എന്ന് പറയുമ്പോൾ എന്തായിക്കാരം 4 - 6 -2 കിട്ടും. അപ്പോൾ എക്സ് ഈസിക്കൽ ടു -2. ഇനി പോലെ ഇവിടെ എന്താണ് 3 നമുക്ക് തന്നിട്ടുണ്ട്. 3 ഈസിക്കൽ ടു എങ്ങനെ കാണാം, മിഡ് പോയിന്റ് x1 പ്ലസ് x2 ആണല്ലോ. അപ്പോൾ x1 എന്താണ് x2 5 ആണ്, x1 ഇവിടെ y തന്നെയാണ് നമുക്ക് കണ്ടെത്തുന്ന y. അപ്പം ബൈ 2 ആണ്. അപ്പം ഈസിക്കൽ ടു ഈ 2നെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 6 ആകും. 6 ഈസിക്കൽ ടു y പ്ലസ് 5 ആകും. ഇനി y-നെ 5നെ അങ്ങോട്ട് കൊടുത്താൽ എന്താവും 6 - 5 ആകുമ്പോൾ y ഈസിക്കൽ ടു +1 ആവും. അപ്പോൾ എന്തായിരിക്കും മറ്റേ പോയിന്റ് ഏതായിരിക്കും -2, 1 എന്നുള്ളതായിരിക്കും കോർഡിനേറ്റ്സ് ദ അതർ എൻഡ് പോയിന്റ്. ഓക്കെ, അപ്പോൾ അതോടുകൂടെ നമ്മളിപ്പോൾ എന്താണ് ഒരു വലിയൊരു ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയൊരു കോൺസെപ്റ്റും കൂടി ഉള്ളൂ, സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്താണുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ. ഓക്കെ, അപ്പോൾ ഈ പാട്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.